നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. ISLൻ്റെ ടെൻറ്റേറ്റീവ് ഫിക്സർ ഇന്നലെ ഒഫീഷ്യലി പുറത്തേക്ക് വന്നല്ലോ. നമ്മളതിനെക്കുറിച്ച് ഇന്നലെ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ നമ്മൾ ഗെയിം വീക്ക് 1 എല്ലാ ടീമുകളുടെയും കളികളൊക്കെ പറഞ്ഞാണ് പോയത്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് വേണ്ട കാര്യങ്ങളും മാത്രം സംക്ഷിപ്തമായിട്ട് നമ്മളൊന്ന് അവതരിപ്പിക്കുകയാണ്. ഇത് ലീക്കായ വിവരങ്ങളല്ല, ഒഫീഷ്യലി ഇട്ട വിവരങ്ങളാണ്. അവിടുന്ന് ഇവിടുന്ന് കിട്ടിയതല്ല എന്നർത്ഥം. കൃത്യമായി AFFൻ്റെ വെബ്സൈറ്റിലുള്ള ഒഫീഷ്യലായിട്ട് പ്രസിദ്ധീകരിച്ച വിവരങ്ങളാണ്. ടെൻറ്റേറ്റീവ് ആണ് എന്ന് മാത്രം. ടെൻറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ മാറ്റം വരാം, അത് AFF എന്ന് പറയുന്നു, മാറ്റം വരാം. ഏതായാലും ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾ അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളികൾ എന്നൊക്കെയാണ്, ഏത് സമയത്താണ് കിക്ക് ഓഫ്, അതുപോലെ എവിടെ വെച്ചാണ്, എത്ര ഹോം മത്സരങ്ങളുണ്ട്, ഇതൊക്കെ നമുക്കറിയണമല്ലോ. അപ്പോൾ അതൊക്കെ ഒരു നട്ട്ഷെൽ ആയിട്ട് നിങ്ങൾക്ക് അങ്ങ് തരികയാണ്. നമുക്ക് ആദ്യ മത്സരം വരുന്നത് ഫെബ്രുവരി 14 ഈ കളി എവേ മത്സരമാണ്. എവേ മത്സരം കൊൽക്കത്തയിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസുമായിട്ട് ഫെബ്രുവരി 14 വൈകിട്ട് ഇന്ത്യൻ സമയം 5 മണിക്കാണ് കിക്ക് ഓഫ്. രണ്ടാമത്തെ ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം ഹോം മത്സരമാണ്. ഹോം മത്സരം കോഴിക്കോട് EMS കോർപ്പറേഷൻ സ്റ്റേഡിയമാണ് AFF ഇപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. TBC എന്നുകൂടി ബ്രാക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അതായത് ടു ബി കൺഫേംഡ്. അപ്പോൾ ആ ഒരു ചെറിയ സംശയം അവിടെ ഉണ്ട് ഇപ്പോഴും എന്നർത്ഥം. പക്ഷേ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തവണത്തെ മത്സരങ്ങൾ കോഴിക്കോട് കളിക്കുമെന്നാണ്. അങ്ങനെയെങ്കിൽ കോഴിക്കോട് EMS കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ആദ്യത്തെ ഹോം മത്സരം ഫെബ്രുവരി 22 രാത്രി ഇന്ത്യൻ സമയം 7:30. മൂന്നാമത്തെ മത്സരം ഫെബ്രുവരി 28 ഈ കളിയും ഹോം മത്സരമാണ്, കോഴിക്കോടാണ് നടക്കുക. ഇൻ്റർ കാശിയാണ് എതിരാളികൾ. കിക്ക് ഓഫിൻ്റെ സമയം വൈകിട്ട് 5 മണി. നാലാമത്തെ മത്സരം ഇതും ഹോം മത്സരമാണ്, മാർച്ച് 7 ചെന്നൈയിൻ FCക്കെതിരെ. ഈ കളിയും വൈകിട്ട് 5 മണിക്കാണ് കിക്ക് ഓഫ്. അഞ്ചാമത്തെ മത്സരം മാർച്ച് 14 ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഇത് എവേ മത്സരമാണ്. ഈസ്റ്റ് ബംഗാളിനെതിരെ വൈകിട്ട് ഇന്ത്യൻ സമയം 5 മണിക്കാണ് ആ കളിയും ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അടുത്ത മത്സരം, ആറാമത്തെ മത്സരം മാർച്ച് 21 പഞ്ചാബ് FCക്കെതിരെയാണ്. ഹോം മത്സരമാണ്. രാത്രി ഇന്ത്യൻ സമയം 7:30 കളി ആരംഭിക്കുക. ഏഴാമത്തെ മത്സരം ഏപ്രിൽ 5 ഡൽഹി സ്പോർട്ടിംഗ് ക്ലബിനെതിരെ. അത് എവേ മത്സരമാണ്. വൈകിട്ട് ഇന്ത്യൻ സമയം 5 മണിക്കാണ് കിക്ക് ഓഫ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് എട്ടാമത്തെ മത്സരം ഏപ്രിൽ 11 ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നു. എവേ മത്സരമാണ്. ബംഗളൂരു FCക്കെതിരെ ബംഗളൂരുവിൽ പോയിട്ട് രാത്രി ഇന്ത്യൻ സമയം 7:30 കിക്ക് ഓഫ്. ഒമ്പതാമത്തെ മത്സരം വരുന്നത് ഏപ്രിൽ 15 ആ കളിയിൽ എതിരാളികളായിട്ട് വരുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ്. ഹോം മത്സരമാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. രാത്രി ഇന്ത്യൻ സമയം 7:30 കളി ആരംഭിക്കുക. പത്താമത്തെ മത്സരം ഏപ്രിൽ 18 ഹോം മത്സരമാണ്. വൈകിട്ട് ഇന്ത്യൻ സമയം 5 മണിക്ക് ജംഷഡ്പൂർ FCക്കെതിരെയാണ് ആ മത്സരം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. 11ാമത്തെ മത്സരം ഏപ്രിൽ 24 ഹോം മത്സരമാണ്. ഒഡീഷ FCക്കെതിരെ. രാത്രി ഇന്ത്യൻ സമയം 7:30 ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. 12ാമത്തെ മത്സരം മെയ് 10 ഹോം മത്സരമാണ്. വൈകിട്ട് ഇന്ത്യൻ സമയം 5 മണിക്ക് മുഹമ്മദൻ SCക്കെതിരെയാണ് കളിക്കുക. അവസാനത്തെ മത്സരം മെയ് 17 ഹോം മത്സരമാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. സമയം ഇനിയും കൺഫേം ചെയ്യേണ്ടതുണ്ട്. നമുക്കറിയാമല്ലോ, അവസാന റൗണ്ട് മത്സരങ്ങളൊക്കെ ഒരേ സമയമൊക്കെ കിക്ക് ഓഫ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ സമയം ഇനിയും തീരുമാനിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ടെൻറ്റേറ്റീവായിട്ട് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരങ്ങൾ. അപ്പോൾ തീയതികൾ നിങ്ങൾക്ക് വ്യക്തമായെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുള്ളത്. ആകെ മത്സരങ്ങൾ 13 മത്സരങ്ങളാണ്. സിംഗിൾ ലെഗാണ് 13 മത്സരങ്ങൾ. അതിൽ 9 മത്സരങ്ങൾ, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ 9 മത്സരങ്ങൾ ഹോം മത്സരങ്ങളാണ് കോഴിക്കോട് വെച്ച് നടക്കുന്നത്. 4 മത്സരങ്ങൾക്ക് മാത്രമേ കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തേക്ക് ട്രാവൽ ചെയ്യപ്പെടേണ്ടതുള്ളൂ എന്നാണ് ഈ ഒരു ഷെഡ്യൂൾ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് കോഴിക്കോട് വന്ന് കളി കാണാൻ സൗകര്യപ്രദമായ രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. 2 ടൈമിൽ കിക്ക് ഓഫ് ഉണ്ടെന്ന് ശ്രദ്ധിക്കുക. ഒന്ന് വൈകിട്ട് 5 മണിക്കും മറ്റൊന്ന്
രാത്രി 7:30 എന്തായാലും എല്ലാ വിവരങ്ങളും ഒരു നട്ഷെല്ലായിട്ട് അങ്ങ് തന്നിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.